കേരള PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? ബാങ്ക്സ് ആൻഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന ടോപ്പിക് പലർക്കും കൺഫ്യൂസിംഗ് ആയിരിക്കും. RBI എന്താണ്? നാബാർഡ് എന്തിനാണ്? സെബി എന്താണ് നിയന്ത്രിക്കുന്നത്? സിഡ്ബി എന്തിനാണ്? ഇതെല്ലാം വളരെ എളുപ്പത്തിൽ ഓർമ്മിക്കാനുള്ള രീതിയിൽ നമുക്ക് പഠിക്കാം. RBI ഇന്ത്യയുടെ ബാങ്കുകളുടെ ബാങ്ക്. ആദ്യം വരുന്നത് RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. RBIയെ നമുക്ക് ഇന്ത്യയിലെ ബാങ്കുകളുടെ ബാങ്ക് എന്ന് ഓർക്കാം. RBI സ്ഥാപിതമായത് 1935 ഏപ്രിൽ 1. 1949 ജനുവരി 1 RBI ദേശീയവൽക്കരിച്ചു. RBIയുടെ പ്രധാന ചുമതലകൾ എന്തൊക്കെയാണ്? കറൻസി നിയന്ത്രിക്കുക, ബാങ്കുകളെ നിയന്ത്രിക്കുക, പണവിതരണം നിയന്ത്രിക്കുക, മോണിറ്ററി പോളിസി നടപ്പാക്കുക, ഫോറിൻ എക്സ്ചേഞ്ച് നിയന്ത്രിക്കുക. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കുക, RBI ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക്. റെപ്പോ റേറ്റ് ആൻഡ് റിവേഴ്സ് റെപ്പോ റേറ്റ്. ഇനി PSCയിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് വാക്കുകൾ. റെപ്പോ റേറ്റ് എന്താണ്? RBI കമേഴ്ഷ്യൽ ബാങ്ക്സിന് പണം നൽകുമ്പോൾ ഈടാക്കുന്ന പലിശ നിരക്കാണ് റെപ്പോ റേറ്റ്. റിവേഴ്സ് റെപ്പോ റേറ്റ് എന്താണ്? കമേഴ്ഷ്യൽ ബാങ്ക്സ് അവരുടെ പണം നിക്ഷേപിക്കുമ്പോൾ RBI നൽകുന്ന പലിശ നിരക്കാണ് റിവേഴ്സ് റെപ്പോ റേറ്റ്. എളുപ്പത്തിൽ ഓർക്കാം. റെപ്പോ RBI gives money to banks. Reverse repo RBI takes money from banks. നാബാർഡ്. ഇനി നാബാർഡ്. നാബാർഡ് എന്നതിന്റെ ഫുൾ ഫോം നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. പേര് തന്നെ അതിന്റെ ജോലി പറയുന്നു. അഗ്രികൾച്ചർ പ്ലസ് റൂറൽ ഡെവലപ്മെന്റ് സമം നാബാർഡ്. കർഷകർ, ഗ്രാമീണ മേഖല, റൂറൽ ക്രെഡിറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങളിൽ നാബാർഡ് പ്രധാന പങ്ക് വഹിക്കുന്നു. നാബാർഡ് സ്ഥാപിതമായത് 1982 സിഡ്ബി. ഇനി സിഡ്ബി. ഫുൾ ഫോം സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സിഡ്ബിയെ ഓർക്കാൻ വളരെ എളുപ്പമാണ്. സിഡ്ബി സ്മോൾ ഇൻഡസ്ട്രീസ് ഓർ മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. ചെറുകിട വ്യവസായങ്ങളുടെയും MSME മേഖലയുടെയും വികസനത്തിനും ധനസഹായത്തിനും സിഡ്ബി പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. എക്സം ബാങ്ക്. ഇനി എക്സം ബാങ്ക്. എക്സം എന്ന് കേൾക്കുമ്പോൾ തന്നെ എക്സ്പോർട്ട്, ഇമ്പോർട്ട്, അതായത് ഇന്ത്യയുടെ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ട്രേഡിനുമായി ബന്ധപ്പെട്ട ബാങ്കാണ് എക്സം ബാങ്ക്. സ്ഥാപിതമായത് 1982 നാഷണൽ ഹൗസിംഗ് ബാങ്ക്. ഇനി നാഷണൽ ഹൗസിംഗ് ബാങ്ക്. ഇത് ഓർക്കാൻ വളരെ എളുപ്പമാണ്. ഹൗസിംഗ് ഫൈനാൻസ് മേഖലയുമായി ബന്ധപ്പെട്ട സ്ഥാപനമാണ് നാഷണൽ ഹൗസിംഗ് ബാങ്ക്. സ്ഥാപിതമായത് 1988 സെബി. ഇനി വളരെ പ്രധാനപ്പെട്ട സ്ഥാപനമാണ് സെബി. ഫുൾ ഫോം സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബി എന്താണ് നിയന്ത്രിക്കുന്നത്? സെക്യൂരിറ്റീസ് മാർക്കറ്റ്, സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആക്ടിവിറ്റീസ്, മ്യൂച്വൽ ഫണ്ട്സ്, മാർക്കറ്റ് ഇന്റർമീഡിയറീസ്. അതിനാൽ സെബി സെക്യൂരിറ്റീസ് മാർക്കറ്റ്. ഇത് PSC പരീക്ഷയ്ക്ക് വളരെ പ്രധാനമാണ്. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇൻഷുറൻസ് മേഖലയെ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ് IRDAI. ഫുൾ ഫോം ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. എളുപ്പത്തിൽ ഇൻഷുറൻസ് സെക്ടർ ഓർത്താൽ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഓർക്കുക, പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി. ഇനി PFRDA. ഫുൾ ഫോം പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി. പേര് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും. പെൻഷൻ. ഇത് ഇന്ത്യയിലെ പെൻഷൻ സെക്ടറിനെ നിയന്ത്രിക്കുന്ന പ്രധാന റെഗുലേറ്ററി അതോറിറ്റിയാണ്. സൂപ്പർ ഈസി മെമ്മറി ട്രിക്ക്. ഇനി ഒറ്റനോട്ടത്തിൽ എല്ലാം ഓർക്കാം. RBI, ബാങ്ക്, നാബാർഡ്, അഗ്രികൾച്ചർ, സിഡ്ബി, സ്മോൾ ഇൻഡസ്ട്രീസ്, എക്സം, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്, നാഷണൽ ഹൗസിംഗ് ബാങ്ക്, ഹൗസിംഗ്, സെബി, സെക്യൂരിറ്റീസ്,
Insurance Regulatory and Development Authority of India. Insurance. Pension Fund Regulatory and Development Authority. Pension. ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം മനസ്സിലാക്കി പഠിച്ചാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാകില്ല. ഇനി കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ക്വസ്റ്റ്യൻ 1. ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ഏതാണ്? ആൻസർ RBI. ക്വസ്റ്റ്യൻ 2. അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട സ്ഥാപനം? ആൻസർ NABARD. ക്വസ്റ്റ്യൻ 3. മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് മേഖലയുമായി ബന്ധപ്പെട്ട സ്ഥാപനം? ആൻസർ SEDBI. ക്വസ്റ്റ്യൻ 4. സെക്യൂരിറ്റീസ് മാർക്കറ്റ് നിയന്ത്രിക്കുന്നത്? ആൻസർ SEBI. ക്വസ്റ്റ്യൻ 5. ഇൻഷുറൻസ് സെക്ടർ നിയന്ത്രിക്കുന്നത്? ആൻസർ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ക്വസ്റ്റ്യൻ 6. പെൻഷൻ സെക്ടർ നിയന്ത്രിക്കുന്നത്? ആൻസർ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി. ക്വസ്റ്റ്യൻ 7. എക്സ്പോർട്ട് ഇമ്പോർട്ട് ട്രേഡുമായി ബന്ധപ്പെട്ട ബാങ്ക്? ആൻസർ എക്സിം ബാങ്ക്. ക്വസ്റ്റ്യൻ 8. ഹൗസിംഗ് ഫൈനാൻസുമായി ബന്ധപ്പെട്ട സ്ഥാപനം? ആൻസർ നാഷണൽ ഹൗസിംഗ് ബാങ്ക്. ഇങ്ങനെ ബാങ്ക്സ് ആൻഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന വലിയ ടോപ്പിക് വളരെ എളുപ്പത്തിൽ പഠിക്കാം. PSC പരീക്ഷയിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും അതിന്റെ മെയിൻ ഫംഗ്ഷനും പ്രത്യേകം ശ്രദ്ധിക്കുക. RBI ബാങ്ക്, NABARD അഗ്രികൾച്ചർ, SEDBI സ്മോൾ ഇൻഡസ്ട്രീസ്, എക്സിം എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്, നാഷണൽ ഹൗസിംഗ് ബാങ്ക് ഹൗസിംഗ്, SEBI സെക്യൂരിറ്റീസ്, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇൻഷുറൻസ്, പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി പെൻഷൻ. ഇവ മനസ്സിൽ ഉറപ്പിച്ചാൽ ഈ ഓൺലെ പല PSC ചോദ്യങ്ങൾക്കും എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താം. ഇത്തരത്തിലുള്ള PSC പഠന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്.